ഇന്ന് ഞങ്ങൾ പോകുന്നത് അഴീക്കൽ ബീച്ചിലേക്കാണ്. ഇത് നമ്മുടെ വീടിന് കുറച്ച് ദൂരമേ ഉള്ളൂ. കൊല്ലം ജില്ലയാണെങ്കിലും ഞങ്ങൾക്ക് ആലപ്പുഴക്കാർക്കും വരാൻ വളരെ എളുപ്പമാണ്. ഈ പാലം വന്നതിന് ശേഷം ഇവിടെ പൊളി വൈബാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോഴത്തേക്ക് പട്ടം പറത്തുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ ഇതാണ് അവസ്ഥ. പൊളി വൈബാണ്. കച്ചവടക്കാരെ കൊണ്ട് ബീച്ച് മൊത്തം നിറഞ്ഞു. കുതിരകളും ഒട്ടകങ്ങളും എല്ലാം വന്നു. അപ്പോഴത്തേക്കും റൈഡൊക്കെ ചെയ്യാൻ ആൾക്കാരൊക്കെ റെഡിയായി. ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേ നമ്മുടെ ആ വൈറൽ ബണ്ണൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മൊമോസും ഒക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ക്രിസ്മസ് പാപ്പയെ കണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പൊളി വൈബായിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോസ് എടുക്കലായിരുന്നു ജോലി. ഓടി നടന്ന് ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു. പിന്നെ കുതിരയുടെ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ വിളിക്കുകയാണ്, വാ റൈഡിന് പോകാമെന്നൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ റൈഡിനൊക്കെ പോകാൻ? ഞങ്ങൾ പക്ഷേ ഇന്ന് റൈഡിനൊന്നും പോയില്ല കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് ഇന്ന് അവിടെയൊക്കെ നടന്ന എല്ലാ ഫുഡും ഒന്ന് പരീക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബൺ കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ ആ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ കുട്ടിയുടെയൊക്കെയാണ് ഓർമ്മ വരുന്നത്, ആ ഒരു പ്രായമൊക്കെ. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ബണ്ണൊക്കെ വാങ്ങിച്ചു, മൊമോസും ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഉപ്പിലിട്ടത് കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അതാണല്ലോ മെയിൻ. അപ്പോൾ അത് കഴിച്ചു. പക്ഷേ വറക്കുന്നതിൻ്റെയൊക്കെ മണം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കഴിക്കേണ്ട, പിന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. അവർ രണ്ടുപേരും ഇതേ പോയി നിൽക്കുന്ന കണ്ടോ. അവൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്, ജാനു. അപ്പോൾ അവളെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. പക്ഷേ അവൾ തിര വരുമ്പോൾ അവൾക്കൊരു പ്രധാന പരിപാടിയുണ്ട്. അതിപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാവേ. തിര വരുമ്പോഴത്തേക്ക് അവൾ ഭയങ്കര കുസൃതിയാണ്. അവളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനേ ഉള്ളൂ നേരെ. ഇപ്പോൾ കണ്ടോണേ അവൾ കാണിക്കുന്നത് കണ്ടോ. ഇതാണ് അവളുടെ പരിപാടി. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ചിരിയായിരുന്നു. അത് കഴിഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും ഞങ്ങൾ നനയിക്കണമെന്ന് വിചാരിച്ച് അടുത്ത തിര വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നു. അങ്ങനെ അവളെ കാലൊക്കെ നനച്ച് അവൾ ഭയങ്കര ഹാപ്പിയായി. അവൾ ആദ്യമായിട്ടായിരുന്നു തോന്നുന്നു ബീച്ചിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ അവൾ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ കയറുന്നേ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് വാങ്ങിച്ചു പോയി മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീണ്ടും ഉപ്പിലിട്ടത് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കണം. അപ്പോഴത്തേക്ക് താണ്ടേ ഇവന്മാർ ഭയങ്കര രസമായിരുന്നു. ഓരോരുത്തരെ പൊക്കിയെടുത്ത് കടലിലെറിയാൻ നോക്കും. പക്ഷേ അവരെങ്ങനെയെങ്കിലുമൊക്കെ ഊർന്ന് ഇങ്ങനെ വരും. ഞങ്ങളും പണ്ട് ഇതുപോലൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? ഭയങ്കര രസമല്ലേ, നമ്മൾ ഒരാളെ ഒന്ന് തള്ളി വെള്ളത്തിലൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമല്ലേ നമുക്ക് കടലിൽ വരുമ്പോൾ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളും. പിന്നെ നമ്മൾ ഈ പൊരിക്കുന്ന സാധനത്തിൻ്റെ മണം നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. പിന്നെ ഉപ്പിലിട്ടതും കുറച്ചും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങോട്ടും പോയി. അത് കഴിഞ്ഞ് ജാനുവിന് കുറച്ച് കളിക്കുന്ന സാധനം കാറ്റാടി അതൊക്കെ വാങ്ങിക്കാനായിട്ട് കാറ്റാടി കടയൊക്കെ തപ്പിപ്പോയി. അവിടെ എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികളുടെ എല്ലാം കയ്യിൽ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഈ കാറ്റാടി നല്ല രസമായിരുന്നു ഇങ്ങനെ പറക്കുന്ന കാണാൻ. അങ്ങനെ അവൾക്കും വാങ്ങിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് വേറെ അവിടെ ഇങ്ങനെ ചാടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കയറണം, പിള്ളേരെല്ലാം കിടന്ന് ചാടുന്നെന്നും പറഞ്ഞ് അങ്ങോട്ടൊക്കെ ഓടുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാനുവിന് ദേ ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോയുടെ ഈ സാധനം. അതും വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക്.